മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ, വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. പട്ടാമ്പി പാലക്കാട് പാതയിലെ വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് ഇനി ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. പുതിയ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായതോടെ റെയിൽവേ ഗേറ്റിലൂടെയുള്ള വാഹനയാത്ര പൂർണ്ണമായും നിർത്തലാക്കി. പട്ടാമ്പി പാലക്കാട് പാതയിലെ ഓങ്ങല്ലൂർ വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് ഇനി ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. വാടാനംകുറിശിയിൽ പുതിയ മേൽപ്പാലം വന്നതോടെ റെയിൽവേ ഗേറ്റ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഒരു നാടിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിയ ഈ റെയിൽവേ ഗേറ്റിലൂടെയുള്ള വാഹനയാത്ര ഇനി ഓർമ്മകളിലേക്ക് നീങ്ങുകയാണ്. നിലമ്പൂർ ഷൊർണൂർ പാതയിലെ വാടാനംകുറിശി റെയിൽവേ ഗേറ്റിലൂടെയാണ് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിലൂടെയുള്ള വാഹനങ്ങൾ കടന്നു പോയിരുന്നത്. ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഗേറ്റ് അടച്ചിടുന്നതും നിരവധി തവണകളായി മാറി. ഇതോടെ ഈ പാതയിലൂടെയുള്ള യാത്രയും വലിയ ദുരിതത്തിലാവുകയായിരുന്നു. ഇതിന് പരിഹാരമായാണ് വാടാനംകുറിശിയിൽ റെയിൽവേ മേൽപ്പാലം എന്ന ആവശ്യം ഉയർന്നത്. ഇത് യാഥാർത്ഥ്യമായതോടെയാണ് ഇപ്പോൾ റെയിൽവേ ഗേറ്റിലൂടെയുള്ള വാഹനയാത്ര നിർത്തലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമാണ് സംശയമാണ്. പക്ഷേ റെയിൽവേക്കാർ അവരുടേതായിട്ടുള്ള നിയമ നടപടി എടുക്കാതിരിക്കില്ലല്ലോ. അവർക്ക് അവരുടേതായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ റെയിൽ. പൊതുജനങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെയൊക്കെ പരിഹാരമായിട്ടാണ് ചെയ്തത്. ചെയ്യേണ്ട കാലഘട്ടം വളരെ ദീർഘിച്ചു പോയി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ജനങ്ങൾ. ഒരുപാട് 5-6 വർഷമായി തുടങ്ങിയിട്ട്. അതുവരെ കുറച്ച് നേരം നമ്മുടെ ഗേറ്റ് അടച്ചാൽ തന്നെ ജനങ്ങൾ ആകെ വണ്ടികളൊക്കെ ആകെ ബ്ലോക്ക് ആവുന്നതാണ്. ഗേറ്റ് ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന 7 വയസ്സ്, ഒരു 75 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും റെയിൽവേ ലൈൻ ഇട്ടുന്നതേ. എനിക്ക് 6-7 വയസ്സായ സമയത്താണ് ഈ ലൈൻ ഇട്ട് പോയത്. ആദ്യത്തിൽ എടുത്തിട്ടത് ഇരുമ്പിന്റെ ക്ഷാമം വന്നപ്പോൾ പൊളിച്ചെടുത്തതാണ് അത്രേ. പിന്നെ രണ്ടാമത് ഞാൻ 7 വയസ്സായ ഒരു കാലത്താണ് ഇതിനെ ലൈന് രണ്ടാമത് ഇട്ട് പോയത്. അതിനുശേഷമാണ് ഇതിനെ 3 ട്രെയിനെ ഓടിയിരുന്നത്. എൻ്റെ ട്രെയിൻ പാലക്കാട് ഗുരുവായൂർ പാത വിവിധ സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുന്ന റോഡായതോടെ ഈ പാതയിൽ വാഹനത്തിരക്ക് ഏറുകയായിരുന്നു. വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ പ്രധാന തലവേദനയായി മാറുകയും ചെയ്തു. പുതിയ മേൽപ്പാലം യാഥാർത്ഥ്യമായതോടെ വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് ആളൊഴിഞ്ഞ പുരപ്പറമ്പിന് സമാനമായിരിക്കുകയാണ്. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. ഓട്ടോ സ്റ്റാൻഡുകൾ മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഗേറ്റിന്റെ സ്ഥാനത്ത് കോൺക്രീറ്റ് കില്ലുകൾ സ്ഥാപിക്കുവാനുള്ള നടപടികളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് എന്ന സ്ഥലം ഇനി ചരിത്ര താളുകളിലേക്ക് മാറുകയായി.